ശ്രീ അനിൽകുമാർ പണ്ടാള സാർ, കൃത്യമായിട്ട് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഈ മെട്രോമാൻ്റെ ഹൈസ്പീഡിനെയും തള്ളിക്കളയുന്നത് എന്ന് വിശദീകരിച്ചു. താങ്കൾക്ക് ഈ ബൈറ്റ് കേട്ടപ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തതയുണ്ടോ? ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടതല്ലേ? ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ നല്ല ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇതൊരു വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു ചേഞ്ചാണ് കാണുന്നത്. ഒരു പ്രൊഫഷണൽ അഡ്വൈസ് കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്. ഞാനിപ്പം കേട്ടതേ ഉള്ളൂ ആ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു അബ്രിഡ്ജ് ഫാം CM പറഞ്ഞത്. വളരെ നല്ല റെക്കമെൻഡേഷൻസാണ് പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഹൈസ്പീഡ് റെയിൽ എന്നുള്ളതല്ല നമ്മുടെ പ്രയോറിറ്റി. ഈ ഒരു പർട്ടിക്കുലർ ഹൈസ്പീഡ് റെയിൽ എന്നുള്ളത് 2014-15 കാലഘട്ടത്തിൽ എൻ്റെ കമ്പനി പറഞ്ഞതനുസരിച്ച് ഞാനും ഒന്ന് പഠിക്കുകയുണ്ടായി. പക്ഷേ അത് തീർച്ചയായിട്ടും കേരളത്തിന് യാതൊരു ആവശ്യവുമില്ല. അനുയോജ്യമാണോ എന്നുള്ളത് വേറൊന്ന്, ആവശ്യവുമില്ല എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കമ്പനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇതിലൊരുപാട് ഇനിയും ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ ഞാനത് പറയാം. ഇത് നമുക്ക് 65,000 കോടിയെന്ന് ഈ DMRC റിപ്പോർട്ട് തന്നെ പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 65,000 കോടി എന്നുള്ളത് ഞങ്ങൾ 2018 കാൽക്കുലേറ്റ് ചെയ്യുമ്പം എലിവേറ്റഡ് റെയിൽ സിസ്റ്റം തിരുവനന്തപുരം കാസർഗോഡ് ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ലാൻഡ് അക്വിസിഷൻ ഇല്ലാതെ ഇപ്പോൾ ഉള്ള റെയിൽ ട്രാക്കിൻ്റെ മുകളിൽ കൂടി, അന്ന് റെയിൽവേയുമായിട്ട് ഞങ്ങൾ കുറച്ച് ഡിസ്കഷനൊക്കെ നടത്തി. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനി ILFS എന്ന് പറയുന്ന കമ്പനി, അത് പ്രകാരം പോവുകയാണെങ്കിൽ തന്നെ അന്ന് തന്നെ 65,000 കോടി അത് വന്നിരുന്നു അതിൻ്റെ ചിലവ്. ഇന്ന് തീർച്ചയായിട്ടും അതിൻ്റെ ഡബിൾ ആകും. ആ 65,000 തന്നെ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആയിരുന്നു ഞങ്ങളുടെ. അത് 65-നും 85-നും ഇടയ്ക്കാണ് ഇട്ടത് അന്ന് തന്നെ. ഇന്ന് തീർച്ചയായിട്ടും 120,000 ക്രോസിൽ കൂടുതൽ പോകുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഇനി പോട്ടെ, അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വേണോ എന്നുള്ളത് നേരത്തെ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കേരളത്തിന് ഇതാവശ്യമാണോ എന്നാണ് വിദഗ്ധ സമിതി ഒന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അത്യാവശ്യമുള്ള പ്രയോറിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്ത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽസൊക്കെ കൂട്ടി, റവന്യൂ ഇൻകം, ഹൗസ് ഹോൾഡ് ഇൻകം കൂട്ടി, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക എന്നുള്ള ഒന്ന്. വേറൊന്ന് വിദഗ്ധ സമിതി പറഞ്ഞത് ഈ ഫ്രൈറ്റ് സിസ്റ്റം ഇതിനകത്ത്, ലോജിസ്റ്റിക്സിനകത്ത് പിന്നെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതെനിക്ക് സംശയമാണ്. ഹൈ സ്പീഡിൽ ഒരിക്കലും ലോജിസ്റ്റിക്സ് പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പം തെറ്റായിരിക്കാം. മൂന്നാമത്തേത് ഒരു ഇഷ്യൂ ഉള്ളത് ഈ ലാൻഡ് അക്വിസിഷൻ്റെയാണ്. റെയിൽവേ തന്നെ ലാൻഡ് അക്വിസിഷൻസിന് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ എറണാകുളം കോയമ്പത്തൂർ 4 ലൈൻ, 3rd and 4th ലൈൻ അവർ ഓൾറെഡി പ്ലാൻ ഇട്ട് കഴിഞ്ഞു. തിരുവനന്തപുരം എറണാകുളം 3ാമത്തെ ലൈനിന് പ്ലാൻ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേസ് ഇത് മുതൽ മുടക്കുമ്പോൾ കേരളം എന്തിനാണ് ഇതിന് മുടക്കെടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യം തന്നെയാണ്. ഉത്തരം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാവൂ എന്നുള്ളതാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് ലാൻഡ് അക്വിസിഷനിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ കാഴ്ചപ്പാട് നല്ലതാണ്. ഈ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് വളരെ നല്ലതാണ്. നമ്മളിങ്ങനെ വേണം മുമ്പോട്ട് പോകാനായിട്ട്.